ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 6ാം ക്ലാസ്സിലെ വസന്ത് ഹിന്ദി വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ കൃഷ്ണ സോപ്തി എഴുതിയ ബച്പൻ എന്ന ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസും ഇപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നു അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഈ രണ്ടാമത്തെ ചാപ്റ്ററായ ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം കണ്ടു. ഇനി അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. याद रहे उन दिनों कुछ घरों में ग्रामोफोन थे, റേഡിയോ ഓർ ടെലിവിഷൻ नहीं थे. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് പല വീടുകളിലും ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ റേഡിയോയോ ടെലിവിഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹമാരി ബച്പൻ കി കുൽഫി ഐസ്ക്രീം ഹോഗി. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുൽഫി ഇപ്പോൾ ഐസ്ക്രീമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കച്ചോടിയും സമോസയും. കച്ചോടി സമോസ എന്നൊക്കെ പറഞ്ഞാൽ സമോസ നമ്മൾ കേട്ടിട്ടുണ്ടാകും. കച്ചോടി ഇതുപോലെ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ഡിഷസാണ്. കച്ചോടി സമോസ പേട്ടീസ് മേ ബദൽ ഗയാ ഹൈ. പേട്ടീസായി മാറിയിരിക്കുന്നു. പേട്ടീസ് എന്ന് പറഞ്ഞാലും നമ്മുടെ പഫ്സൊക്കെ പോലെയുള്ളൊരു സാധനമാണ്. ഷെത്തൂത് ഓർ ഫാൽസെ. ഷെത്തൂത് എന്ന് പറഞ്ഞാൽ മൾബറിയൊക്കെയാണ്. പിന്നെ ഖസ്ഖസ്, ഇതെല്ലാം ഓരോ പഴവർഗ്ഗങ്ങളാണ്. അതിൻ്റെ എല്ലാം ഷർബത്ത് കോക്ക് പെപ്സി മേ ബദൽ ഗയി ഹെ. അപ്പോൾ ആ ഷർബത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊക്കെ അതായിരുന്നു. ഇപ്പോൾ കോക്കും പെപ്സിയൊക്കെയാണ് എല്ലാവരും കുടിക്കുന്നത്. ഒന്നിനോ കോക്ക് നഹി ലെമനേഡ് വിംടോ മിൽത്തി തീ. ആ സമയത്ത് കോക്കും പെപ്സിയൊന്നും ആയിരുന്നില്ല. ഈ നാരങ്ങ വെള്ളവും സർബത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. शिमला और नई दिल्ली में बड़े हुए बच्चों को वोगर्स और डेविको रेस्ट्रो की चॉकलेट और पेस्ट्री मज़ा देने वाली होती. അപ്പോൾ ആ സമയത്ത് പണ്ട് കാലത്ത് ഷിംലയിലും ന്യൂഡൽഹിയിലുമൊക്കെ വളർന്നു വന്നിരുന്ന ആ കുട്ടികൾക്ക് വോഗേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡേവിക്കോ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ചോക്ലേറ്റ്, അതുപോലെ തന്നെ പേസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ള ഐസ്ക്രീം പോലുള്ള ഒരു സാധനമാണ്. ഇടയ്ക്ക് ബ്രെഡ് പോലുള്ള എല്ലാം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളിലായി കിട്ടുന്ന പേസ്ട്രി. ചോക്ലേറ്റും പേസ്ട്രിയും ഒക്കെ വളരെ താല്പര്യമായിരുന്നു. हम भाई बहनों की ड्यूटी लगती शिमला मॉल से ബ്രൗൺ ബ്രെഡ് ലാനേക്ക്. ഞങ്ങൾ സഹോദരങ്ങളുടെ ഡ്യൂട്ടി ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഷിംല മോളിൽ പോയിട്ട് അവിടുത്തെ അങ്ങാടിയിൽ പോയിട്ട് അവിടുന്ന് ബ്രൗൺ ബ്രെഡ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. ഹമാര ഘർ മോൾ സെ ज़्यादा दूर नहीं था. അധികം ദൂരത്തിലായിരുന്നില്ല അങ്ങാടിയിൽ നിന്ന്, ആ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരുന്നില്ല ഞങ്ങളുടെ വീട്. ഏക് ഛോട്ടി സി ചടായി, ഒരു ചെറിയൊരു കുന്ന്, ഓർ ഗിർജ മൈതാൻ, അത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഗിർജ മൈതാൻ. പहुंचाते, അവിടെ എത്തും. വഹാസെ ഏക് ഉത്തർത്തെ ഓർ മാൽ പർ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇറക്കിറങ്ങി കഴിഞ്ഞാൽ ആ മാർക്കറ്റിലെത്തും. कॉन्फेक्शनरी काउंटर पर तरह तरह की पेस्ट्री और चॉकलेट की खुशबू मनभावनी. മനസ്സിനെ സന്തോഷം തരുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നല്ല സുഗന്ധമുള്ള പേസ്ട്രിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പേസ്ട്രിയും ചോക്ലേറ്റും ഒക്കെ ആ കോൺഫെക്ഷണറി കൗണ്ടറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഹമേ ഹഫ്തേ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദനേക്ക് ഛൂട്ട് ഥി. ഞങ്ങൾക്ക് ഒരിക്കൽ ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ടുള്ള അനുവാദമുണ്ടായിരുന്നു. സബ്സെ ज़्यादा മേരെ പാസ് ഹി ചോക്ലേറ്റ് ടോഫി കാ സ്റ്റോക്ക് രഹത്ത. എല്ലാവരേക്കാളിലും കൂടുതൽ എൻ്റെ അടുത്താണ് ഈ ചോക്ലേറ്റിൻ്റെയും ടോഫി എന്ന് പറഞ്ഞാൽ മിഠായിൻ്റെയൊക്കെ സ്റ്റോക്ക് എൻ്റെ അടുത്താണ് ഉണ്ടാവാറിരുന്നത്.
മേ ചോക്ലേറ്റ് ലേക്കർ ഘടി ഘടി കഭി ന ഖാത്തി. ഞാൻ ഒരിക്കലും ആ, ചോക്ലേറ്റ് കൊണ്ട് നിന്ന് നിന്ന് കഴിക്കാറില്ല. ഘർ ലൗട്ട് കർ സൈഡ് ബോർഡ് पर रख देती. വീട്ടിൽ വന്ന് ഞാൻ അത് അലമാരിയിലോ പെട്ടിയിൽ വെച്ചിട്ട് രാത് के खाने के बाद बिस्तर में लेट कर മജാ ലേ ലേ ഖാത്തി. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് ബെഡിൽ കിടന്നുകൊണ്ട് വളരെ ആസ്വദിച്ചാണ് ഞാൻ ചോക്ലേറ്റ് കഴിക്കുമായിരുന്നത്. ഷിംലാക്ക് കാഫൽ, കാഫൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആപ്പിൾ പോലെ വേറൊരു ഒരു ഫ്രൂട്ടാണ്. കാഫൽ ഭി ബഹുത് യാദാത്തെ. ഷിംലയിലെ കാഫലിലൊക്കെ ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഖട്ടേ മീറ്റേ, ഒരു പുളിപ്പും മധുരവും ഒക്കെ ഉള്ള കാഫലാണ്. കുച്ച് ഏകദം ലാൽ, ചിലത് വളരെ ചുവന്നതായിരിക്കാം, ചിലത് ഗുലാബി കളറിലായിരിക്കും. റസ്ബറി, കസ്മല, സോച്ച്കർ ഹി മുँह में പാനി ഭർ ആയേ. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ചെസ്നട്ട് ഏക് ഓർ ഗജബ് കി ചീസ്. ചെസ്നട്ട് ഒരു നട്ടാണ്, കടല പോലെ. അതിന് ആഗ് पर भुने जाने और फिर छिलके उतार कर मुँह में डाले. അപ്പോൾ അത് തീയിൽ വറുത്തിട്ട് എന്നിട്ട് അതിൻ്റെ കവറെല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കും, വായിലിടും. വളരെ താല്പര്യമാണ് എന്നാണ് പറയുന്നത്. ചനെ ജോർ ഗരം ഓർ അനാർദാനെ ക ചൂർണ. അപ്പോൾ ഇനി പറയുന്നത് ചൂട് കടലയെക്കുറിച്ചാണ്. ചനെ ജോർ ഗരം കി പുടിയ ജോ തബ് ഥി വ അബ് ഭി നദർ ആത്തി. പണ്ട് ഈ പേപ്പറിൻ്റെ കോണ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ചൂട് കടലയിട്ട് തരുമായിരുന്നു. അതിപ്പോഴും കിട്ടാനുണ്ട് എന്നാണ് ഈ ലേഖിക പറയുന്നത്. പുരാനെ കാഗജോ മേ ബനായി ഹുയി ഇസ് പുടിയ മേ നിരാ ഹാത്ത് ക കമാൽ ഹെ. അപ്പോൾ പഴയ കടലാസിൽ ഉണ്ടാക്കിയ ആ ഒരു പൊതിയിലാണ് ഇത് തരുന്നത്. नीचे से तिरछी लपेटते हुए ऊपर से इतनी चौड़ी चने ആസാനി സെ ഹഥേലി പർ പहुंच जाए. അപ്പോൾ താഴെ ഇങ്ങനെ കൂർത്തും അതുപോലെ തന്നെ മുകളിൽ നല്ല വട്ടമുള്ള ഒരു കോൺ ആകൃതിയിലാണ് ആ കടലാസ് പൊതിയുള്ളത്. അപ്പോൾ ആ മുകളിൽ നിന്ന് ഈ കടല എടുക്കാനായിട്ട്, വറുത്ത കടല, ചൂടുള്ള കടല പെറുക്കി തിന്നാനായിട്ട് വളരെ എളുപ്പമാണ്. ഏക് വക്ത് ഥാ ജബ് ഫിലിം കാ ഗാന. അപ്പോൾ ആ സമയത്ത് ഒരു ഫിലിമിലെ ഗാന പാട്ടുണ്ടായിരുന്നു. ചനാ ജോർ ഗരം ബാബു മേലായ മജേദാർ. ചനാ ജോർ ഗരം ഈ ചൂട് കടലയെക്കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു. അത് ഈ ലേഖികയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഉന്തിനോ സ്കൂൾ കെ ഹർ ബച്ചേക്കോ ആതാത. ആ സമയത്ത് പണ്ട് സ്കൂളിൽ കൂടെ പഠിച്ചിരുന്ന എല്ലാ കുട്ടികൾക്കും ഈ പാട്ട് അറിയാമായിരുന്നു. കുച്ച് ബച്ചേ പുടിയ പർ തേജ് മസാലെ ബുറഖ്വാത്തെ. ചില കുട്ടികൾ ഈ പാക്കറ്റിൽ, ഈ കടലയുടെ പാക്കറ്റിൽ നല്ല എരിവുള്ള മസാല ഉപയോഗിക്കുമായിരുന്നു. അതായിരുന്നു അവർക്ക് താല്പര്യം. പൂരാ ഗിർജ മൈതാൻ ഘൂമനെ തക് യേ പുടിയ ചൽത്തി. ഫുൾ ഗിർജ മൈതാൻ, ആ ഗ്രൗണ്ട് മൊത്തം ചുറ്റി വരുന്നത് വരെ ഈ കടല കഴിക്കാൻ പറ്റും. ഏക് ചനാ പാപ്പടി मुँह में डालने और कदम उठाने में एक खास ही लय रफ्तार थी. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് കടല കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ അതിനൊരു ലയം ഉണ്ടായിരുന്നതുപോലെ തന്നെ നല്ല സ്പീഡും കിട്ടും എന്നാണ് ലേഖിക പറയുന്നത്. छूटपन में हमने शिमला रिच पर बहुत मज़े किए. ഷിംല റിച്ചിൽ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ഘോടോ കി സവാരി കി ഹെ. അതായത് കുതിരപ്പുറത്ത് ഞങ്ങൾ സവാരി നടത്തിയിട്ടുണ്ട്.
शिमला के हर बच्चे को कभी न कभी ये मौका മിൽ ഹി ജാത്താ ഥാ. അപ്പോൾ ഷിംലയിലെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഷിംല റിജിൽ പോയി അവിടെ കുതിര സവാരി നടത്താനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് കിട്ടി കാണും. ഹം ജാനെ ക്യോ ഘോടോ കോ കുച്ച് കംതർ കർക്കെ സമസ്തേ. ഈ കുതിരകളെ ഒരുപാട് വിലയില്ലാത്തതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. ഉൻ പർ ഹസ്തേ ഥേ, അതിനെ നോക്കി ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു. നനിഹാൽ കെ ഘോടെ, അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഘോടെ ഖൂബ് ഹഷ്ട് പുഷ്ട് ഓർ ഖൂബ്സൂരത്ത്, അവിടെ നല്ല ഭംഗിയുള്ള കുതിരകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഉൻകി ബാത് ഫിർ കവി, അവരെക്കുറിച്ചുള്ള കാര്യം, അവരെക്കുറിച്ചുള്ള വിവരണം പിന്നൊരിക്കൽ ഞാൻ നടത്താം എന്ന് ലേഖിക പറയുന്നു. ഷാം കോ രംഗ് ബിരംഗെ ഗുബ്ബാരെ, വൈകുന്നേരം നല്ല കളർഫുള്ളായിട്ടുള്ള ഗുബ്ബാരെ എന്ന് പറഞ്ഞാൽ ബലൂണുകൾ. സാമനെ ഝാക്കു കാ പഹാഡ്, മുമ്പിലൊരു മലയുണ്ട്. ഊച്ച ചർച്ച്, അതുപോലെ തന്നെ നല്ല ഉയരത്തിലുള്ള ഒരു ചർച്ചുണ്ട്. ചർച്ച് കി ഘണ്ടിയ ബജ്തി तो दूर दूर तक उनकी गूंज फैल जाती. ആ ചർച്ചിലെ ആ പള്ളിയിലെ മണി അടിക്കുമ്പോൾ ഒരുപാട് ദൂരെ വരെ അതിൻ്റെ ഇങ്ങനെ മുഴക്കം ഇങ്ങനെ പോകും. ലഗ്ത ഇസ്കെ സംഗീത് സെ പ്രഭു യീശു സ്വയം കുച്ച് കഹ രഹേ ഹെ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തോന്നും, ആ മണിയടി സംഗീതത്തിൻ്റെ ആ താളത്തിൽ പ്രഭു ഈശോ എന്തോ പറയുകയാണെന്ന് തോന്നും. സാമനെ ആകാശ് പർ സൂര്യാസ്ത് ഹോ രഹാ ഹെ, ആ മുമ്പിലുള്ള ആകാശത്തിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുലാബി സുനഹരി ധാരിയാ നീലെ ആസ്മാൻ പർ ഫേൽ രഹി ഹെ. ഗുലാബി എന്ന് പറഞ്ഞാൽ ഈ കുങ്കുമ കളറുള്ള, സുനഹരി നല്ല സ്വർണ്ണ നിറത്തിലുള്ള, ധാരിയ എന്ന് പറഞ്ഞാൽ ലൈനോട് കൂടിയുള്ള ആ വെളിച്ചം നീല ആസ്മാൻ പർ ഫേൽ രഹി ഹെ, ആ നീല ആകാശത്തിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൂർ ദൂർ ഫേലെ പഹാടോ കെ മുഖോട്ടെ ഗഹരാനെ ലഗെ. ദൂരെ കാണുന്ന ആ പഹാഡ് എന്ന് പറഞ്ഞാൽ മലകളിലൊക്കെ അവിടെയെല്ലാം അതിൻ്റെ എല്ലാം മുഖം മൂടി ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു, അതായത് ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. और देखते देखते ബത്തിയാ ടിംടിമാനെ ലഗി. അപ്പോൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇരുട്ട് വീഴുന്നു. അപ്പോൾ ബത്തി എന്ന് പറഞ്ഞാൽ ലൈറ്റ്, എല്ലാവിടെയും ലൈറ്റുകൾ തിളങ്ങാൻ തുടങ്ങുന്നു. ടിംടിമാന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. റിച്ച് पर की रौनक और माल की दुकानों की चमक के भी क्या कहने. അപ്പോൾ ആ റിജിലുള്ള തിളക്കം, അതുപോലെ തന്നെ ആ മാർക്കറ്റിലെ ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടകളിലുള്ള തിളക്കം, അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ്. സ്കാൻഡൽ പോയിൻ്റ് കി ഭീഡ് സെ ഉഭർത്ത കോലാഹൽ. സ്കാൻഡൽ പോയിൻ്റിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നു. അങ്ങനെ വളരെ തിരക്കാണ്, ഒരുപാട് കോലാഹലം, ഒരുപാട് സൗണ്ട് ഉണ്ട് അവിടെ. സർവർ स्कैंडल पॉइंट के ठीक सामने उन दिनों एक दुकान हुआ करती थी. ആ സ്കാൻഡൽ പോയിൻറ്റിൻ്റെ നേരെ മുമ്പിലായി, ടീക്ക് സാമനെ എന്ന് പറഞ്ഞാൽ നേരെ മുന്നിൽ ഒരു ദുക്കാൻ, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ജിസ്കെ ഷോറൂം മേ ഷിംല കാൽക്ക ട്രെയിൻ കാ മോഡൽ ബനാ ഹുവാ താ. അപ്പോൾ ആ ഷോറൂമിൽ ഷിംലയിൽ നിന്ന് കാൽക്കയിലോട്ട് പോകുന്ന ട്രെയിനിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ്കി പട്ടറിയാ ഉസ് പർ ഖടി ഛോട്ടെ ഛോട്ടെ ഡിബ്ബെ വാലെ ട്രെയിൻ. അതിൻ്റെ പട്ടറി എന്ന് പറഞ്ഞാൽ ഈ പാളങ്ങളും, അതുപോലെ തന്നെ അതിൽ ചെറിയ അതിൻ്റെ കോച്ചുകൾ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റുകളും, അതുപോലെ തന്നെ ഏക് ഓർ ലാൽ ടിൻ കി ഛത്ത് വാല സ്റ്റേഷൻ. ടിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പിൻ്റെ ഷീറ്റ്, തകരത്തിൻ്റെ ഷീറ്റ്
അതും ചുവന്ന പെയിൻ്റ് അടിച്ച തകര ഷീറ്റുള്ള റെയിൽവേ സ്റ്റേഷനും, അതുപോലെ തന്നെ സാമനെ സിഗ്നൽ ദേത്ത ഖമ്പ, മുമ്പിലൊരു സിഗ്നലുള്ള ഒരു പോസ്റ്റും, തോടി തോടി ദൂർ പർ ബനി സുരംഗ എന്ന് പറഞ്ഞാൽ തുരങ്കങ്ങൾ, ടണൽസ്. അതായത് ഈ ഷിംലയിലൊക്കെ ഒരുപാട് മലകളുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഊട്ടിയൊക്കെ പോലെ ഒരുപാട് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. അങ്ങനെ ഒരുപാട് തുരങ്കങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു മോഡൽ. പിछली सदी में तेज़ रफ्तार वाली गाड़ी वही थी. ആ കാലത്ത് നല്ല സ്പീഡിൽ ഓടുന്ന വണ്ടി അത് തന്നെയായിരുന്നു, തീവണ്ടി മാത്രമായിരുന്നു. കബി കബി ഹവായി ജഹാജ് ഭി ദേഖ്നെ കോ മിൽത്തെ, ചിലപ്പോഴൊക്കെ വിമാനങ്ങളെ കാണാൻ പറ്റും. ദില്ലി മേ ജബ് ഭി ഇസ്കി ആവാസ് ആത്തി, ഈ വിമാനം പോകുന്ന സൗണ്ട്, ആവാസ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ബच्चे ഉന്നെ ദേഖ്നെ ബാഹർ ദോടത്തെ, കുട്ടികൾ ഈ വിമാനം കാണാനായിട്ട് വീടിന് പുറത്തോട്ട് ഓടും. ദിക്ത ഏക് ഭാരി ഭർക്കം പക്ഷി ഉടാ ജാ രഹാ ഹൈ. അപ്പോൾ എങ്ങനെ തോന്നുന്നു പറഞ്ഞാൽ അത് കാണുന്നത് ഒരു വളരെ വലിയൊരു പക്ഷി, ഭാരി ഭർക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാരമുള്ള സൈസുള്ള ഒരു പക്ഷി അങ്ങനെ പറന്നു പോകുന്നത് പോലെ തോന്നും. പങ്ക് ഫെലാക്കർ, അതായത് ചിറകൊക്കെ വിരിച്ച് ഒരു പക്ഷി പറന്നു പോകുന്ന പോലെ. യേ ദേഖോ ഓർ വഹ ഗായം, അപ്പോൾ പറയുക നോക്കൂ എന്ന് പറയുമ്പോഴേക്കും അത് എവിടെയോ എത്തി കാണും. ഉസ്കി സ്പീഡ് ഹി ഇതിനി തേസ് ലഗ്തി, അതിൻ്റെ സ്പീഡ് തന്നെ ഒരുപാട് ഫാസ്റ്റായിട്ട് തോന്നും. ഗാഡി കെ മോഡൽ വാലി ദുकान के सामने एक और ऐसी दुकान थी जो मुझे कभी नहीं भूलती. ആ മോഡലുള്ള ആ റെയിൽ ഗാഡി അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ വേറൊരു ഷോപ്പ് കൂടിയുണ്ട്, അതും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. യേ വാ ദുഖാൻ ഥീ ജഹാ മേര പെഹല ചഷ്മ ബനാ ഥ, എൻ്റെ ആദ്യത്തെ സ്പെക്സ് അല്ലെങ്കിൽ കണ്ണട അവിടെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വഹ ആഖോക്കെ ഡോക്ടർ അംഗ്രേസ് ഥേ, ആ സമയത്ത് അവിടുത്തെ ഡോക്ടർ എന്ന് പറയുന്നത്, ആ കണ്ണ് നോക്കുന്ന ഡോക്ടർ ബ്രിട്ടീഷുകാരനായിരുന്നു, ഇംഗ്ലീഷുകാരനായിരുന്നു. അംഗ്രേസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ. ശുരു മേ ചഷ്മ ലഗാന ബടാ അട്പട്ട ലഗ, എനിക്ക് ആദ്യം കണ്ണട വയ്ക്കുന്നത് വളരെ കംഫർട്ടബിളായി തോന്നിയില്ല. അട്പട്ട ലഗ, അൺകംഫർട്ടബിൾ. ചോട്ടേ ബഡേ മേരെ ചെഹരയ്ക്ക് ഓർ ദേഖ്തേ, ചെറുതും വലുതുമായ പലരും ആൾക്കാരെ എന്നെ മുഖത്ത് നോക്കും. ഓർ കഹത്തെ, എന്നിട്ട് പറയും ആങ്കോ മേ കുച്ച് തക്ലീഫ് ഹെ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇസ് ഉമർ മേ എനക്, ഇത്ര ചെറുപ്രായത്തിൽ കണ്ണട. ദൂത് പിയാ കറോ, നീ നന്നായിട്ട് പാല് കുടിക്കുക, അപ്പോൾ ഈ കണ്ണിൻ്റെ അസുഖമൊക്കെ മാറും. മേ ഡോക്ടർ സാഹിബ് കഹാ ദോഹരാ ദേത്തി, അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ ഞാൻ അവരോടും പറയും, അതുതന്നെ ഞാൻ പിന്നും ആവർത്തിക്കും. കുച്ച് ദേർ പഹനോഗി തോ എനക് ഉത്തർ ജായേഗി, കുറച്ച് കാലം ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മെല്ലെ ഈ കണ്ണട മാറ്റാം, കണ്ണ് ശരിയാവും, അപ്പോൾ മാറ്റാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് തന്നെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. വൈസെ ഡോക്ടർ സാഹിബിനെ പൂര ആശ്വാസൻ ദിയാ ഥാ, ഡോക്ടർ ശരിക്കും പറഞ്ഞിരുന്നു ഈ കണ്ണട മാറും കണ്ണട വെച്ച് കഴിഞ്ഞാൽ. ലേക്കിൻ ചഷ്മ തോ അബ് തക് ഭി നഹി ഉത്തര, ഇപ്പോഴും ആ ചഷ്മ അല്ലെങ്കിൽ കണ്ണട എൻ്റെ കണ്ണിൽ തന്നെയുണ്ട്, അത് ഇതുവരെ മാറ്റാറായിട്ടില്ല. നമ്പർ ബസ് കം ഹോത്താ രഹ, അതായത് അതിൻ്റെ പവർ, അതിൻ്റെ നമ്പർ മെല്ലെ കുറഞ്ഞു വന്നു, പക്ഷേ കണ്ണട എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മേ അപ്പനെ ആപ്പ് ഇസ്കി ജിമ്മവാറും, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ജബോ ആപ് ദിൻ കി റോशनी को छोड़कर रात में टेबल लैम्प के सामने काम करेगी तो इसके अलावा और क्या होगा, അതായത് പകൽ വെളിച്ചത്തിൽ ജോലി ചെയ്യാതെ രാത്രി ടേബിൾ ലാമ്പിന് മുമ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതല്ലാതെ എന്തുണ്ടാവാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എൻ്റെ കണ്ണട എപ്പോഴും മാറാത്തത് എന്ന് ലേഖിക പറയുന്നു. ഹാ ജബ് പഹലി ബാർ मैंने चश्मा लगाया तो मेरे एक चचेरे भाई ने मुझे छेड़ा, देखो कैसी लग रही है. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ,
ഞാൻ ആദ്യം കണ്ണട വെച്ചപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ നോക്കൂ എങ്ങനെയാ വെച്ചത് നോക്കൂ എന്ന് പറഞ്ഞ് കളിയാക്കി. आँख पर चश्मा लगाया ताकि सूझ दूर की, ये नहीं लड़की को मालूम सूरत बनी लंगूर की. ഇത് കണ്ണട വെച്ച് കഴിയുമ്പോൾ ലങ്കൂർ എന്ന് പറഞ്ഞാൽ ഒരു തരം എന്താണ്, മങ്കിയാണ്, ഈ നമ്മുടെ കുരങ്ങൻ. സൂറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം കാണുമ്പോൾ മങ്കിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. मैंने सीची की मुझ पर ये क्यों दोहराया जा रहा है पर शेर बुरा ना लगा. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് പിന്നെ മനസ്സിലായി, ആ ഷേർ അല്ലെങ്കിൽ കണ്ണട വെച്ചതിനെ കുറിച്ച് വിവരിച്ച ആ ലൈൻസ് അത് അത്ര മോശമായിരുന്നില്ല. എനിക്ക് മനസ്സിലായി. ജബ് വഹ് ചായ് പീക്കർ ചലേ ഗയേ, അപ്പോൾ അവൻ ആ ചായ കുടിച്ച് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ मैं अपने कमरे में जाकर आईने के सामने खड़ी हो गई. ഞാൻ എൻ്റെ റൂമിൽ ചെന്ന്, ഐന എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി, അതിനു മുമ്പിൽ പോയി നിന്നു. കൈ ബാർ അപ്നേക്കോ ദേഖ, പല പ്രാവശ്യം സ്വന്തം നോക്കി. ऐनक उतारी, ആ സ്പെക്സ് മാറ്റി, കണ്ണട മാറ്റി നോക്കി. ഫിർ പഹനി, പിന്നെ വെച്ച് നോക്കി. ഫിർ ഉതാരി, പിന്നെ മാറ്റി നോക്കി. ദേഖ്തി രഹി, അങ്ങനെ ഒരുപാട് നേരം ഞാൻ കണ്ണട വെച്ചും മാറ്റിയും സ്വന്തം നോക്കി നിന്നു. സൂറത്ത് ബനി ലങ്കൂർ കി, ലങ്കൂർ സൂറത്ത് ബനി, സൂറത്ത് എന്ന് പറഞ്ഞാൽ ഫേസ് കുരങ്ങനെ പോലെ ഉണ്ടല്ലേ. നെഹി ഇല്ല ഹാ ചിലപ്പോഴൊക്കെ തോന്നും ശരിയാണ് പറഞ്ഞതെന്ന്. मैंने अपने छोटे भाई का टोपा उठाकर सिर पर रखा. എൻ്റെ ചെറിയ ഭായ് എന്ന് പറഞ്ഞാൽ എന്താണ്, സഹോദരൻ്റെ ടോപ്പ എന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്ത് എൻ്റെ തലയിൽ വെച്ചു. കുച്ച് അജീബ് ലഗ, എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല, നന്നായി തോന്നിയില്ല. അച്ചി ഭി ഓർ മജാക്കിയ ഭി, നന്നായിട്ടും തോന്നി, എന്തോ ഒരു നല്ലതല്ലാത്തതായും തോന്നി. തബ്ക്കി ബാത് ഥി, അപ്പോൾ പണ്ടത്തെ കാര്യമാണ്. അബ് തോ ചെഹ്രെ കെ സാത്ത് ഖുൽ മിൽ ഗയാ ഹെ ചഷ്മ, പണ്ടത്തെ കാര്യമായിരുന്നു അതെല്ലാം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ കൂടെ തന്നെ ഈ കണ്ണാടിയും ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ജബ് കഭി ഉത്താരാ ഹോത്താ തോ ചെഹ്രെ ഖാലി ലഗ്നെ ലഗ്ത. അപ്പോൾ ഈ കണ്ണട മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മാറിപ്പോയ പോലെ തോന്നും. ഇപ്പോൾ അതൊരു പരിചയമായി കഴിഞ്ഞിരിക്കുന്നു. യാദ് ആഗ്യ വ ടോപ്പ, എനിക്കിപ്പോൾ ആ തൊപ്പിയുടെ കാര്യം ഓർമ്മ വന്നു. കാലി ഫ്രെയിം ക ചഷ്മ, ആ കറുത്ത ഫ്രെയിമുള്ള ആ കണ്ണട, അതും ഓർമ്മ വന്നു. ഓർ ലങ്കൂർ കി സൂറത്ത്, അതായത് ലങ്കൂറിൻ്റെ ആ മങ്കിയുടെ മുഖം, അതെല്ലാം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. ഹാ ഇൻ ദിനോ ഷിംല मैं सिर पर टोपी लगाना പസന്ത് കർത്തിയോ, ഇപ്പോൾ എനിക്ക് ഷിംലയിൽ തലയിൽ തൊപ്പി വയ്ക്കാൻ എനിക്ക് വളരെ താല്പര്യമാണ്. मैंने कई रंगों की जमा कर ली है, പല തരത്തിലുള്ള പല കളറിലുള്ള തൊപ്പികൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കഹാ ദുപ്പട്ടേക്ക ഓടന, അവ എന്തിനാണ് ഈ ഷോളൊക്കെ തലയിലിടുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. और कहाँ सहज सहल സുഭീത്തെ വാലി ഹിമാചലി തൊപ്പി ഒരു നല്ലൊരു ഡിസൈനോടൊക്കെയുള്ള തൊപ്പിയാണ്. അപ്പോൾ ഈ തലയിൽ കൂടെ ഷോൾ ഇടുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ സാരിയുടെ തലപ്പ് ഇടുന്നതിലും നല്ലത് ഈ ഹിമാചലി തൊപ്പി ധരിക്കുന്നതാണെന്ന്, അതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ അങ്ങനെയാണിപ്പോൾ ചെയ്യാറ്. അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് അതിൻ്റെ ആ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വിവരണം. കൃഷ്ണ സോപ്തി എഴുതിയ ഈ ബച്പൻ എന്ന ഈ കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.